എന്തെടുക്കും ഇവിടെ? ഈ കറ്റാർവാഴയുടെ ഒന്ന് കുത്തിയങ്ങ് ഇരുന്നല്ലേ. എന്താണ് ഞാൻ ഈ അടുത്തോട്ട് വരുമ്പോ എന്തിനാ ഈ ചൊറിയുന്നേ? ചൊറി നിനക്ക് ഒട്ടും ഇല്ലാത്തോണ്ടാ. തുടങ്ങിയല്ലോ. ചൊറി ഒട്ടും ഇല്ലാത്ത ആളാ നീ. വേറെ ഒരു പണി അത്യാവശ്യം കണ്ട കണ്ട അത് പിച്ചി പിച്ചി അതൊക്കെ ഓടിച്ചപ്പോ സമാധാനമായി. അതെ ഒപ്പിച്ചു കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഇവിടെ ഈ കുത്തിയിരിക്കുന്ന ഇങ്ങനെ കുത്തിയിരിക്കാതെ ആ ഷീറ്റ് കൊണ്ടുവന്ന് കൊടുക്കാൻ നോക്ക്. ഷീറ്റ് കൊണ്ട് കൊടുക്കാടി. എല്ലാം പെണ്ണുമ്പിള്ളേട്ടെന്ന് പറഞ്ഞ് കുത്തിയിരിക്കാതെ ഷീറ്റ് കൊണ്ട് കൊടുക്കുന്നത് എനിക്ക് ഒരു വിരോധമില്ല. പിന്നെ എന്തോ കുഴപ്പം? ബാക്കിയുള്ളവര് കൊണ്ട് കൊടുത്തിട്ട് അവര് കടയിൽ നിന്ന് തരുന്ന അതേ ബില്ല് മേടിച്ചു കൊണ്ടുവന്നു. മീൻ കണ്ട് മേടിച്ചത് പൈസ എവിടെ പോയി, എങ്ങനെ പോയി, ഏത് പോയി, പിന്നെ അങ്ങ് ചോദ്യങ്ങളാ. വേണ്ട, ഞാൻ കൊണ്ടെടുത്തോളാം. ആരുടെയും കണക്കും കാണിക്കണ്ട. ഒന്നും വേണ്ട കൊണ്ടുകൊടു. അങ്ങനെ വേണ്ടത്. ഞാൻ കൊണ്ട് കൊടുത്ത് വീട്ടിൽ സാധനങ്ങളെല്ലാം അങ്ങോട്ട് മേടിച്ചോണ്ട് വരണം. എനിക്കറിയാം എന്താ ചെയ്യണമെന്ന്. ഇയാൾ ഔദാര്യത്തിലല്ലേ. തുടങ്ങി കാലം മുതൽ ഷീറ്റ് കാണുന്നുണ്ട്. സ്വയമേ ഇങ്ങനെ പൊക്കി പറയുന്നത്, വേറെ ആരും ഇങ്ങനെ പറയത്തില്ല. നീ ചുമ്മാ ചൊറിയാ കേട്ടോ. നിനക്ക് അല്ലേലും ഉള്ള എവിടെങ്കിലും സമാധാനത്തിന്റെ മോന്ത കാണാന്ന് പറഞ്ഞാ ഇവിടെ വന്നിരുന്നു ചോദിച്ചോണ്ടിരുന്നത്. അറിയിക്കാത്ത മമ്മി ഇനി അറിയിപ്പിക്കും. നല്ല അവിടെ കണ്ട് കുത്തിയിരുന്നോളാം. ഓടി വന്നേക്കോ. സ്നേഹത്തോടെ വന്നിരുന്നിട്ട് നീ ഇത്രയും ചോദിക്കാൻ എന്തിനാ? സ്നേഹത്തോടെ ഞാൻ എന്തോലും പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും നിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. ഒന്നും പറഞ്ഞില്ല. ഈ വണ്ടിയിലിരിക്കുന്ന ഈ ഷീറ്റ് എടുത്ത് മാറ്റിയാലേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊണ്ട് പോകാൻ പറ്റും. വണ്ടിക്കകത്ത് മൊത്തം ഷീറ്റ് എടുത്ത് ഒരു പെണ്ണായി ഞാൻ വേണം പൊക്കി എടുത്തോണ്ട് ഇങ്ങനെ കൊണ്ട് കൊടുക്കാന്. കൊണ്ട് കൊടുത്തിട്ട് വന്ന് എല്ലാ ആശയം അങ്ങ് തീരുമാനിച്ചോളൂ. അങ്ങനെ തന്നെ വീട്ടിൽ ആണുങ്ങളാ തീരുമാനിക്കുന്നത്, പെണ്ണുങ്ങളല്ല. വീട്ടിൽ ആണുങ്ങളെ എല്ലാ സാധനം കൊണ്ട് കൊടുക്കാനും എടുക്കാനും പോകുന്നത്, അല്ലാതെ പെണ്ണുങ്ങളല്ല പോകുന്നത്. സാധനങ്ങളും മേടിച്ചോണ്ട് വരണം അങ്ങോട്ട്. അതിനെല്ലാം പെണ്ണുങ്ങൾ ജോലിക്ക് പോകണ്ടേ? പെണ്ണുങ്ങൾ ജോലിക്ക് പിന്നെ ഞാൻ പഠിക്കേണ്ടത്. ഇയാൾ പഠിക്കാത്ത ജോലിക്ക് പോവുകയാണെങ്കിൽ ചിലപ്പം പോയിട്ട് വരും. ഇരിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിയാൽ മതിയായിരുന്നല്ലോ. അതായിരുന്നു നല്ലത്. അല്ലല്ലോ ഇതിങ്ങനെ കേക്കാൻ വന്നിരിക്കുന്നു. ഉറക്കപ്പറ. അതാ മനുഷ്യനെ നാണം കെടുത്തു. പോച്ച കേറി അങ്ങ് വല്ലപ്പോഴും വെച്ച് വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് പോച്ചയ്ക്ക് കുഴപ്പമില്ല, ചെടി കരിഞ്ഞു വരും. മൊത്തം അങ്ങ് പോച്ചയാവും അതിനകത്തൊന്ന്. ഞാൻ എപ്പോഴായാലും എന്റെ കൈ എന്തെങ്കിലേ പറ്റൂ. ക്ഷീണിച്ച് ദാഹിച്ചിരിക്കുക. എനിക്കറിയാം, മനസ്സറിയുന്ന ഭാര്യയാണ് ഞാൻ. എന്റെ അമ്മച്ചി ഇതെന്തോ ഇത്? എനിക്ക് വേണ്ടായേ, ഈ സാധനം എനിക്ക് വേണ്ടായേ. ഒരാളിപ്പോ അവിടെ കിടപ്പോട്ട്. എന്റെ പൊന്നുമോളെ, കല്യാണം കഴിച്ചിട്ട് ഇത്ര നാളായിട്ട് നീ എനിക്ക് ഈ സാധനം തരാതെ ഇപ്പൊ നീ കൊണ്ടുവന്ന് ട്രെൻഡിങ് ആക്കുവോ? എനിക്ക് വേണ്ട മോളെ, എനിക്ക് വേണ്ട. എന്റെ പൊന്നുമോളെ, എനിക്ക് വേണ്ട മോളെ. എന്തോ ഇത്? ജ്യൂസാണോ? ജ്യൂസ് കൊടുത്ത് ഒരാള് എലി കിടക്കുന്നു. നിന്നെ വിശ്വസിച്ച് അവനെ ഏൽപ്പിച്ചിട്ട് പാനൊക്കത്തില്ല. നീ എന്തോ ഈ കാണിക്കുന്നത്? നിനക്ക് എന്തോ ഇത്? ജ്യൂസ് കുടിപ്പിക്കാൻ നടക്കുന്നു. അവൻ ചോദിക്കാനോട്ട് ജ്യൂസ്. അമ്മ ഈ പെണ്ണുങ്ങളല്ലേ ഇപ്പം ജ്യൂസിനകത്ത് ജ്യൂസിനകത്താ ജ്യൂസ് കുടിപ്പിക്കാൻ നടക്കുന്നു. ഒരു പരുവാക്കി മമ്മി ഒന്ന് സമാധാനപ്പെടുക. ഞങ്ങള് ഇണങ്ങും പിണങ്ങും, അത് കുറച്ച് നേരത്തേനെ കാണും. ഇതൊക്കെ അവള് ജ്യൂസ് തട്ട് പൊട്ടിക്കാത്ത സാധനം കൂട്ടത്തെ. ഞാൻ ചുമ്പോ അവളെ ഇത് കളിയാക്കാതെ മമ്മി ഇത്ര സീരിയസ് ആവുന്നത് എന്തിനാ? കുടിച്ചോ. എനിക്ക് വേണ്ട. ജ്യൂസ് കുടിപ്പിക്കാൻ നടക്കണം അവള്. ഓരോരുത്തരുടെ സംഭവങ്ങൾ നടക്കും. നിനക്ക് ആവശ്യമാണ്. ഇതൊക്കെ ഇച്ചിരി കുത്തല് കൂടുതലായിരുന്നു. മനുഷ്യന് സമാധാനം വേണോടി, ജീവിതത്തിൽ വേണം. മമ്മി കണ്ടിട്ടുള്ള എല്ലാം നീ എന്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നതാ.